ഗൈസ് ഒരു 8ന്റെ പണി കിട്ടിയിട്ടാണ് നിൽക്കണ കേട്ടാ. ഒരു 10-12,000 രൂപയോളം വില വരുന്ന ഒരു കോയി ഫിഷിന് ഒരു പണി കിട്ടിയിട്ടാണ് നിൽക്കണേ. നമ്മുടെ ടാങ്കിലെ വെള്ളം കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരുന്നു ഇൻഫെക്ഷൻ അടിച്ചിട്ടാണ്. വെള്ളം മോശം വരുമ്പോ നമ്മുടെ കാർപ്പുകൾക്ക് ഇൻഫെക്ഷൻ അടിക്കും. അപ്പൊ അതിന്റെ സ്കിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒലിഞ്ഞു പോണ പീലായി പോണ ഒരു പ്രശ്നം വരാറുണ്ട് വെള്ളം ഭയങ്കര മോശമാകുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ഫിഷിന് ഇതിൽ പണി കിട്ടി കിടക്കുകയാണ്. പക്ഷെ അങ്ങനെ ആ പണി കിട്ടിയപ്പോ അതിന്റെ മേലെ നമ്മുടെ ഇതിന് കുറച്ച് ഗോൾഡൻ സക്കറുകൾ ഉണ്ട്. ആ സക്കർ ഫിഷുകൾ വന്നിട്ട് അതിന്റെ ബോഡിയിൽ നിന്നുള്ള ആ ഫ്ലഷ് ചെറുതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേഗം അവനെ പിടിച്ചിട്ട് ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയിരിക്കണ കാർപ്പിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫിഷ് ഗൈസ്. എന്റെ കണ്ടില്ല ഒരു ഭാഗം നോക്കിയ മൊത്തം നമ്മുടെ സക്കർ ഫിഷ് കഴിച്ചിരിക്കുകയാണ്. അപ്പോ ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ എടുക്കുന്ന ഒരു ഫിഷിനെ നമ്മള് ട്രീറ്റ് ചെയ്ത് വീണ്ടും പഴയ പോലെ തന്നെ ആക്കാൻ പോവാണ് കേട്ടാ. അതെങ്ങനെയാണ് ഒറ്റ വീഡിയോയിൽ എന്തായാലും കൊള്ളില്ല. അപ്പോ ഇന്ന് നമുക്ക് ഇതിനെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് വീഡിയോസിൽ എന്തായാലും പിന്നാലെ. അപ്പോൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് കേട്ടാ. ഇത് കുറച്ച് നമ്മളൊരു ട്രയൽ എങ്ങനെ എടുത്തിട്ട് ഇത് കുറച്ച് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമായിട്ട് അത് നേരിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്കിന്ന് പൊള്ളിപ്പോവും. അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളമായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ആ പൊട്ടിയോടത്തൊക്കെ നമ്മൾ തേച്ച് കൊടുക്കാൻ പോകണം. അപ്പോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരില്ല. ഇനി നമ്മൾ വേറെ നല്ലൊരു ടാങ്കിലേക്ക്, നല്ല വെള്ളം ഉള്ള ഒരു ടാങ്കിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി ഈ ടാങ്കിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ്, അത് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. ഒരു 1000 ലിറ്റർ വെള്ളത്തിലേക്ക് 2 കിലോ കല്ലുപ്പ് വരെ ഇടാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്ന് ഇനി വേറെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനാണ്. അല്ലെങ്കിൽ അവിടെ ഫംഗസ് പോലെയൊക്കെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കണേ കേട്ടാ. ഇനി ഈ കാണുന്നത് ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊരു ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ഇതും കൂടി നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 500 mg ആണ് ക്യാപ്സ്യൂള്. നമുക്ക് ഇതിലൊരു 2000 ലിറ്ററോളം വെള്ളം ഉണ്ടായിരിക്കും. ഇതിലേക്ക് നമുക്കൊരു 5 ക്യാപ്സ്യൂളൊക്കെ ഇടേണ്ടി വരും. അപ്പൊ ഈ ഫിഷിന്റെ അവസ്ഥകൾ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഈ ഫിഷ് രക്ഷപ്പെടുവോ ഇല്ലെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഓക്കെ, ഇനി ഇവരുടെ എന്തുണ്ടായാലും ഞാൻ അടുത്ത അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിലാണ്. ബൈ.